നമസ്കാരം. ഇന്ത്യ ഒരു കപ്പലാണ്. നമ്മൾ ഒരുമിച്ച് സഞ്ചരിക്കും, അല്ലെങ്കിൽ മുങ്ങും. ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. രാജ്യത്തെ മുസ്ലിം സമുദായത്തിലെ 14 പ്രമുഖരുമായി ആശയവിനിമയം നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഏകീകൃതവും ശക്തവുമായ ഇന്ത്യയിലേക്കുള്ള പാതയെക്കുറിച്ചാണ് ചർച്ച നടത്തിയത്. വ്യവസായികൾ, വിദ്യാഭ്യാസ വിദഗ്ധർ, ആക്ടിവിസ്റ്റുകൾ, ഡോക്ടർ, പത്രപ്രവർത്തകർ അടക്കമുള്ള സംഘമാണ് ഡോവലിനെ കണ്ടത്. ഏകദേശം 1.5 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. മുസ്ലിം പ്രമുഖരെ ഡോവൽ ക്ഷമയോടെ കേട്ടു. അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകി. രാജ്യത്തെ മതങ്ങൾക്കിടയിലുള്ള ഐക്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഡോവൽ ഊന്നി പറഞ്ഞത്. ഇതിനിടയിലാണ് അദ്ദേഹം ഇന്ത്യയെ കപ്പലുമായി നിർവചിച്ചത്. ഇന്ത്യ ഒരു കപ്പലാണ്. നാം എല്ലാവരും ഒരുമിച്ച് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോകുന്നു, അദ്ദേഹം യോഗത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ ഇസ്ലാം സവിശേഷവും പ്രധാനപ്പെട്ടതുമായ ഒരു സ്ഥാനം വഹിക്കുന്നു. ലോകത്തിലെ 2ാമത്തെ വലിയ മുസ്ലിം ജനസംഖ്യ വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഇസ്ലാം സവിശേഷവും പ്രധാനപ്പെട്ടതുമായ സ്ഥാനമാണ് വഹിക്കുന്നത്, ഡോവൽ പറഞ്ഞു. സർക്കാർ ഞങ്ങളെ ക്ഷണിച്ചു. ഇത് ഒരു നല്ല സൂചനയാണ്, യോഗത്തിൽ പങ്കെടുത്തവർ പറഞ്ഞു. പൗരന്മാർക്കിടയിൽ തുല്യത വേണം. മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കരുത്. അതേസമയം അവർക്ക് പ്രത്യേക പരിഗണന നൽകരുതെന്നും യോഗത്തിൽ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. KP ഗ്രൂപ്പ് സ്ഥാപകനും ചെയർമാനുമായ ഫറൂഖ് പട്ടേൽ, ജർമ്മൻ സ്റ്റീൽ CMD ഇനാമുൽ ഹഖ് ഇറാഖി, ദാവൂദി അൽ ബൊഹ്റ നേതാവ് സുരേഷ് വാല, ഹജ്ജ് കമ്മിറ്റി ഇന്ത്യ ചെയർപേഴ്സൺ കൗസർ ജഹാൻ, പരിസ്ഥിതി പ്രവർത്തകയായ സഹീർ ഭാംല, എയിംസ് ഡോക്ടർ നിഷാദ് ഹുസൈൻ, അലിഗഡ് മുസ്ലിം സർവകലാശാല VC നൈമ ഖാത്തൂൺ, മാധ്യമപ്രവർത്തക സമീന ഷെയ്ഖ് എന്നിവരടങ്ങിയ സംഘമാണ് ഡോവലിനെ കണ്ടത്. ന്യൂനപക്ഷങ്ങളെ ശ്രദ്ധിക്കാൻ തയ്യാറുള്ള ആളുകൾ സർക്കാരിലുണ്ടെന്ന നല്ല സന്ദേശം ഈ കൂടിക്കാഴ്ച നൽകി. ഈ രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. ഇതൊരു പാലമാണ്. ഈ കൂടിക്കാഴ്ചകൾ തുടരണം. ശ്രദ്ധേയമായ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് അജിത് ഡോവൽ നടത്തിയത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമായവർ ആരും തന്നെ ഈ കൂടിക്കാഴ്ചയിൽ ഉൾപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ വിലയേറിയ സമയം ഞങ്ങൾക്ക് നൽകിയതിനും ക്ഷമയോടെ ഞങ്ങളുടെ വാക്കുകൾ കേട്ടതിനും ദേശീയ വളർച്ചയ്ക്ക് ഭാവി മാർഗനിർദ്ദേശങ്ങൾ നൽകിയതിനും ഡോവലിന് എക്സിലെ ഒരു പോസ്റ്റിൽ സഫർ സുരേഷ് വാല നന്ദി പറഞ്ഞു. തികച്ചും അത്ഭുതകരമായ ഒരു ഇടപെടൽ ആണിതെന്നും മുന്നോട്ടുള്ള ഒരേയൊരു വഴി ഇതെന്നുമാണ് സഫർ സുരേഷ് വാല വിശേഷിപ്പിച്ചത്. വിദ്യാഭ്യാസം, തൊഴിൽ എന്നിവയുൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളും നിർദ്ദേശങ്ങളും സംഘം ഡോവലുമായി ചർച്ച ചെയ്തു. ഡോവൽ ഞങ്ങളുടെ വാക്കുകൾ വിശദമായി കേട്ടു. മാത്രമല്ല, ആശങ്കകൾക്ക് പരിഹാരങ്ങളും നൽകി. മാധ്യമപ്രവർത്തകയായ സമീന ഷെയ്ഖ് പറഞ്ഞു. പൊടുന്നനെയാണ് മുസ്ലിം പ്രതിനിധികളെ ഡോവൽ സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്. മുസ്ലിം വിഭാഗങ്ങളെ കൂടുതൽ BJPയിലേക്ക് ആകർഷിക്കുന്നതിൽ ഡോവൽ നടത്തിയ കൂടിക്കാഴ്ച ഗുണകരമായേക്കും.